ഹലോ, വെൽക്കം ടു മെഹന്തി പ്രാക്ടീസ് സീരീസ് പാർട്ട് 1. ഇന്ന് മുതൽ ഈ ഒരു പേജിൽ മെഹന്തി പ്രാക്ടീസ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. താല്പര്യമുള്ളവരെല്ലാവരും ഈ ഒരു പേജ് ഫോളോ ആക്കി സപ്പോർട്ട് ആക്കി കൊടുത്തോ. ഈ ഒരു പ്രാക്ടീസ് സീരീസിലൂടെ ഒട്ടും മെഹന്തി ഡിസൈൻസ് വരയ്ക്കാൻ അറിയാത്തവരുടെ കൂടെ തന്നെ നിങ്ങൾക്കും സിമ്പിൾ ആയിട്ട് എങ്ങനെ ഡിസൈൻസ് ഒക്കെ വരച്ച് പഠിക്കാം എന്നുള്ള ഈ ഒരു കൺസെപ്റ്റിലാണ് ഞാൻ ഹെന്ന സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്റേതും അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല, എന്നാൽ നമുക്ക് ഒരുമിച്ച് പഠിക്കാമല്ലോ. നമ്മുടെ ഫസ്റ്റ് എലമെന്റ് ലൈൻസ് ആണ്. ഞാനിവിടെ തിക്ക് ലൈനും അതുപോലെ തന്നെ നോർമൽ ലൈനും വരച്ചിട്ടുണ്ട്. നോർമൽ ലൈൻസ് വരയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഏത് ഒബ്ജക്റ്റിൽ വെച്ചാണോ നമ്മൾ വരയ്ക്കുന്നത് ആ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് നമ്മുടെ കോൺസിന്റെ ടിപ്പ് കുറച്ച് വിട്ട് വെച്ചിട്ട് വേണം വരയ്ക്കാൻ, അല്ലെങ്കിൽ നമുക്ക് കേർവ്ഡ് ആയിട്ടുള്ള ലൈൻസ് കിട്ടും. അതുപോലെ തന്നെ തിക്ക് ലൈൻസ് വരയ്ക്കുമ്പോൾ ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് 2 നോർമൽ ലൈൻസ് വരച്ചിട്ട് അതിന്റെ നടുവിലൂടെ ഫില്ലാക്കി കൊടുത്താൽ. ഇതൊന്നും അറിയാത്ത ആരും ഉണ്ടാവില്ല, എന്നാലും ഒട്ടും അറിയാത്ത ആൾക്കാർക്ക് കുറച്ച് യൂസ്ഫുൾ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ വരച്ചിട്ടുള്ളത് ഹംസ് ആണ്. ഹംസ് വരയ്ക്കുമ്പോൾ നമ്മൾ ഒരു നോർമൽ ലൈന് വരച്ചിട്ട് അതിൻ്റെ മേൽ കൂടെ നമ്മുടെ മലയാള അക്ഷരമാലത്തെ റാ 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 അതുപോലെ വരച്ചാൽ മതി. അത് കുറച്ച് നീട്ടി മുകളിലേക്ക് കുറച്ച് ഹൈറ്റിൽ വരച്ചാൽ മതി. നമ്മുടെ ഹംസ് സെറ്റാണ്. നെക്സ്റ്റ് എലമെന്റ് വരുന്നത് നമ്മൾ ആദ്യത്തെ നോർമൽ ലൈനും ദെൻ ഹംസും അതിൻ്റെ മേത്തിൽ വരച്ചതിന് ശേഷം നമ്മുടെ വലിയ ഹംസ് കുറച്ചുകൂടി നീളത്തിലും വീതിയിലുള്ള ഹംസും കൂടി വരച്ചു കൊടുത്താൽ മതി. ഈ ഒരു വലിയ ഹംസ് ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് എത്തുമ്പോൾ കുറച്ച് തിക്കാക്കിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ എലമെന്റ്സ് ഒക്കെ എങ്ങനെയുണ്ട്? സെറ്റ് അല്ലേ? ഈ വീഡിയോൻ്റെ ബാക്കി ഞാൻ നെക്സ്റ്റ് പാർട്ടിൽ കാണിക്കാം.